Hi friends, welcome to Sneha Foodilotte. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മസാല ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മസാല ദോശ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുക്കർ വെച്ച് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് 2 വിസിൽ വരട്ടെ. അതുപോലെ 2 ക്യാരറ്റും. മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് കടായി വെച്ച് കൊടുക്കാം. മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചൂടായി വന്നിരിക്കുകയാണ് കടായി. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിത്തഴിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, വലിയ ഉള്ളി 1.5 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വതങ്ങി വന്നിരിക്കുകയാണ്. ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1/2 ടീസ്പൂൺ, അതേപോലെ 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. 2-3 തവണ വിസിലടിച്ചിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി ഉടഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി തണുത്ത വെള്ളത്തിൽ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് റെഡിയായി വരാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിൻ്റെ ചെറുതായിട്ടൊരു കുറവുണ്ട്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാല റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റായിട്ട് മല്ലിത്തഴ കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാല നന്നായി ടൈറ്റ് ആയിരിക്കുകയാണ്. മസാല റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല തയ്യാറായിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ദോശ തയ്യാറാക്കിയെടുക്കാം. ദോശക്കല്ല് ഒന്ന് ചൂടായി ഒന്ന് വരട്ടെ. ദോശക്കല്ല് ചൂടായി വന്നിരിക്കുകയാണ്. എണ്ണ തേച്ച് കൊടുക്കാം. മാവ് ചേർത്ത് കൊടുക്കാം. ലൈറ്റായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ദോശ മുരിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ മസാല ചേർത്ത് കൊടുക്കാം. മസാല നന്നായി എല്ലാവരും തേച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ലൈറ്റായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. മസാല തേച്ച് കൊടുക്കാം. ഇനി മടക്കി കൊടുക്കാം.
മസാല ദോശ അപ്പോൾ വേഗം റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.